ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വിക്കിവോക്സ് മലയാളം. ഈ വീഡിയോ ശ്രദ്ധിച്ചു നോക്കുക. അടുത്ത ഏതാനും സെക്കൻഡുകളിൽ തൻ്റെ സർവ്വശക്തിയും എടുത്ത് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ നിങ്ങൾക്ക് കാണാം. അവൻ പോലീസിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുക മാത്രമായിരുന്നില്ല, മറിച്ച് മുഴുവൻ പോലീസ് സംവിധാനത്തെയും ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് കാര്യങ്ങൾ ചെയ്തു വെച്ചത്. അത്ഭുതം എന്തെന്നാൽ ഇതാദ്യമായല്ല അവൻ പോലീസിനെ വെട്ടിച്ചോടുന്നത്. വെറും 24 മണിക്കൂറിനുള്ളിൽ 2 തവണയാണ് അവൻ പോലീസിന്റെ കണ്ണ് വെട്ടിച്ചു കടന്നു കളഞ്ഞത്. ഇതോടെ നാട്ടിലാകെ ഇവനെക്കുറിച്ചുള്ള ചർച്ചകൾ പടർന്നു പിടിച്ചു. പക്ഷേ അവൻ എങ്ങനെ ഓടിപ്പോയി എന്നതിനേക്കാൾ വലിയൊരു ചോദ്യം ഉണ്ടായിരുന്നു. ആരാണ് ഈ ചെറുപ്പക്കാരൻ? വെറും 17 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരനെ പിടികൂടാൻ പോലീസ് സേന മുഴുവനും ഇത്രയേറെ കഷ്ടപ്പെടുന്നത് എന്തിന്? സംഗതി വളരെ ലളിതമാണ്. അവനൊരു സീരിയൽ കില്ലർ ആയിരുന്നു. 2017 സ്വന്തം സുഹൃത്തുക്കളായ 3 പേരെയാണ് അവൻ ദാരുണമായി കൊലപ്പെടുത്തിയത്. കേൾക്കുമ്പോൾ തന്നെ ഞെട്ടൽ തോന്നുന്ന തികച്ചും വ്യത്യസ്തമായ ഒരു ക്രൈം സ്റ്റോറിയാണിത്. കഥ തുടങ്ങുന്നത് 2017 മെയ് മാസം 19-നാണ്. മധ്യപ്രദേശിലെ ഗുണ ജില്ലയിലെ വരുൺ മത്ലി കോളനിയിൽ താമസിക്കുന്ന അന്തർ സിംഗ് മീന അത്യധികം ഭയന്നുകൊണ്ടാണ് കേൻ പോലീസ് സ്റ്റേഷനിലേക്ക് ഓടിയെത്തുന്നത്. ജലസേചന വകുപ്പിൽ ഓഫീസ് സൂപ്രണ്ടായിരുന്നു അദ്ദേഹം. എന്നാൽ അന്ന് അദ്ദേഹത്തിന്റെ മുഖത്ത് കടുത്ത ഭയവും അങ്കലാപ്പുമായിരുന്നു. കാരണം അദ്ദേഹത്തിന്റെ 17 വയസ്സുകാരനായ മകൻ ഹേമന്ത് മീനയെ തലേ ദിവസം രാത്രി മുതൽ കാണാനില്ലായിരുന്നു. മെയ് 18-ന് രാത്രി ഏകദേശം 8 മണിയോടെ തന്റെ കൂട്ടുകാരനായ ഹണി ദൂബയ്ക്കൊപ്പം ഒരു സെക്കൻഡ് ഹാൻഡ് ബൈക്ക് വാങ്ങാനാണ് ഹേമന്ത് വീട്ടിൽ നിന്നും ഇറങ്ങിയത്. അമ്മ ഭഗവതി ഭായിയോട് 400 രൂപയും വാങ്ങിയിട്ടാണ് അവൻ പോയത്. എന്നാൽ രാത്രി മുഴുവൻ കഴിഞ്ഞിട്ടും അവൻ തിരിച്ചെത്തിയില്ല. തുടക്കത്തിൽ സുഹൃത്തുക്കളുടെ കൂടെ എവിടെയെങ്കിലും പോയതായിരിക്കും എന്ന് കരുതി വീട്ടുകാർ വലിയ രീതിയിൽ വേവലാതിപ്പെട്ടില്ല. പക്ഷേ സമയം കഴിഞ്ഞു പോകുന്തോറും വീട്ടുകാരുടെ ആശങ്ക വർദ്ധിച്ചു വന്നു. ഹേമന്തിന്റെ ഫോൺ നിരന്തരം സ്വിച്ച് ഓഫ് ആയിരുന്നു. വീട്ടുകാർ പലതവണ വിളിക്കാൻ ശ്രമിച്ചെങ്കിലും ഫോൺ ഓഫ് ആണെന്ന സന്ദേശം മാത്രമാണ് ലഭിച്ചത്. കാര്യങ്ങൾ വിചാരിച്ചത്ര ലളിതമല്ല എന്നവർക്ക് മനസ്സിലായി. തുടർന്ന് ഹേമന്തിന്റെ സുഹൃത്തായ ഹണി ദുബയെ അവർ ബന്ധപ്പെട്ടു. കാരണം അവസാനമായി ഹേമന്തിനെ കണ്ടത് അവന്റെ കൂടെയായിരുന്നു. ഹണി ഒട്ടും പരിഭ്രമമില്ലാതെ പറഞ്ഞു, ബൈക്ക് വാൻ ഞങ്ങൾ ഒരുമിച്ച് പോയി എന്നത് സത്യം തന്നെയാണ്. പക്ഷെ കുറച്ചു കഴിഞ്ഞപ്പോൾ അവൻ അവിടെ നിന്നും പോയി. അശോക് നഗർ റോഡിലെ പഞ്ചമുഖി ഹനുമാൻ ക്ഷേത്രത്തിന് സമീപത്ത് വെച്ചാണ് ഞാൻ അവനെ അവസാനമായി കണ്ടത്. അതിനുശേഷം അവൻ എങ്ങോട്ട് പോയി എന്നൊന്നും എനിക്കറിയില്ല. ഹണിയുടെ മറുപടി കേട്ടിട്ടും വീട്ടുകാർക്ക് ആശ്വാസമായില്ല. അവർ സ്വന്തം നിലയിൽ അന്വേഷണം തുടർന്നു. ബന്ധുക്കളെയും മറ്റു കൂട്ടുകാരെയും എല്ലാം വിളിച്ചു. അടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ തിരഞ്ഞു. പക്ഷേ ഒരു സൂചനയും ലഭിച്ചില്ല. ഒടുവിൽ മറ്റു വഴികളൊന്നും ഇല്ലാതെ അന്തർ സിംഗ് മീന പോലീസ് സ്റ്റേഷനിലെത്തി മകനെ കാണാനില്ല എന്നൊരു പരാതി നൽകി. തുടക്കത്തിൽ പോലീസും ഈ കേസിനെ അത്ര ഗൗരവമായി എടുത്തില്ല. ഈ പ്രായത്തിലുള്ള കുട്ടികൾ വീട്ടിൽ പറയാതെ കൂട്ടുകാരുടെ കൂടെ പോകുന്നതൊക്കെ വളരെ പതിവാണ് എന്നാണ് അവരുടെ ചിന്ത. അതുകൊണ്ട് പരാതി വാങ്ങി വെച്ചതല്ലാതെ അന്വേഷണത്തിൽ വലിയ താല്പര്യമൊന്നും കാണിച്ചില്ല. മെയ് 18 മുതൽ 22 വരെയുള്ള ദിവസങ്ങൾ കടന്നുപോയി. ഹേമന്തിനെ കുറിച്ച് ഒരു വിവരവും ലഭിച്ചില്ല. തുടർന്നാണ് മെയ് മാസം 23 എത്തിയത്. പെട്ടെന്ന് അന്തർ സിംഗിന്റെ ഫോണിലേക്ക് ഹേമന്തിന്റെ നമ്പറിൽ നിന്നും ഒരു കോൾ വന്നു. മകനാണ് വിളിക്കുന്നതെന്ന് കരുതി വളരെ പ്രതീക്ഷയോടുകൂടി ഫോൺ എടുത്ത് അദ്ദേഹത്തിന് കേൾക്കേണ്ടി വന്നത് ഒരു അപരിചിതന്റെ ക്രൂരമായ ശബ്ദമായിരുന്നു. നിന്റെ മകൻ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. അവന് ജീവനോടെ വേണമെങ്കിൽ പെട്ടെന്ന് 50 ലക്ഷം രൂപ ഒപ്പിച്ചു വെച്ചു. ഇത് കേട്ട് അന്തർ സിംഗ് ഞെട്ടിത്തെരിച്ചുപോയി. മകന്റെ സുരക്ഷയോർത്ത് തുക തരാമെന്ന് പതറാതെ സമ്മതിച്ചെങ്കിലും ഫോൺ കട്ടായ ഉടൻ തന്നെ അദ്ദേഹം സ്റ്റേഷനിലേക്ക് ഓടി. ഇതോടെ ഇതൊരു സാധാരണ കാണാതാകൽ കേസല്ല, തട്ടിക്കൊണ്ടുപോകലും അതിനായി മോചനദ്രവ്യം ആവശ്യപ്പെടലുമായി മാറി. പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ഫോൺ കോൾ വന്ന ലൊക്കേഷൻ ട്രാക്ക് ചെയ്തപ്പോൾ അത് ഇൻഡോറിലാണെന്ന് കണ്ടെത്തി. വിവരം അറിഞ്ഞ ഉടൻ തന്നെ അന്തർ സിംഗിനെയും കൂട്ടി പോലീസിന്റെ ഒരു സംഘം ഇൻഡോറിലേക്ക് തിരിച്ചു. പക്ഷേ ഇൻഡോറിലെത്തിയപ്പോഴേക്കും ആ ഫോൺ സ്വിച്ച് ഓഫ് ആവുകയും ലൊക്കേഷൻ നിരന്തരം മാറിക്കൊണ്ടിരിക്കുകയും ചെയ്തു. ഒരു തുമ്പും ലഭിക്കാതെ മെയ് മാസം 25-ന് പോലീസും അന്തർ സിംഗും വെറും കൈയോടെ തിരികെ മടങ്ങി. ഇൻഡോറിൽ നിന്ന് വന്ന ആ ഫോൺ കോൾ പോലീസിന്റെ ശ്രദ്ധ തിരിക്കാനുള്ള ഒരു തന്ത്രം മാത്രമായിരുന്നുവെന്ന് അധികാരികൾക്ക് മനസ്സിലായി. ഇൻഡോറിൽ വല്ലതും സംഭവിച്ചിരുന്നെങ്കിൽ എന്തെങ്കിലും ഒരു സൂചന ലഭിച്ചേനെ. ചുരുക്കത്തിൽ ഗുണയിൽ നിന്ന് ആരോ കളിക്കുന്ന ഒരു കളി മാത്രമായിരുന്നു ഇത്.
അതോടെ അന്വേഷണത്തിന്റെ മുഴുവൻ ശ്രദ്ധയും ഹേമന്തിന്റെ സുഹൃത്തുക്കളിലേക്ക് മാറ്റാൻ പോലീസ് തീരുമാനിച്ചു. അതിനായി ആദ്യം ഹണി ദുബെയെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തി. 17 വയസ്സായിരുന്നു ഹണി ദുബെയുടെ പ്രായം. ഗുണയിൽ അമ്മ പൂനം ദുബെയോടൊപ്പമാണ് അവൻ താമസിച്ചത്. അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിലും അവരുമായി അകന്നു കഴിയുകയായിരുന്നു. അങ്ങനെ അമ്മയെയും ഹണി ദുബെയും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി വെവ്വേറെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. എന്നാൽ അവിടെയും ഹണി പഴയ കഥ തന്നെ ആവർത്തിച്ചു. ബൈക്ക് വാങ്ങാൻ പോയിരുന്നുവെന്നും അത് കഴിഞ്ഞ് താൻ വീട്ടിലേക്ക് മടങ്ങിപ്പോയി എന്നുമാണ് അവന്റെ മറുപടി. പക്ഷെ കാര്യങ്ങൾ അങ്ങനെ ആയിരുന്നിട്ടും ഹണി ദുബെയുടെ ആത്മവിശ്വാസത്തിന് ഒരു കുറവുണ്ടായിരുന്നില്ല. ആർക്കും ഒന്നും മനസ്സിലായില്ല. അവനെ സംശയിക്കാൻ തക്ക തെളിവുകളോ സൂചനകളോ പോലീസിന് ലഭിച്ചതുമില്ല. എന്നാൽ മറുഭാഗത്ത് പോലീസ് മറ്റൊരു കാര്യം കൂടി ചിന്തിക്കുന്നുണ്ടായിരുന്നു. ഈ സംഭവത്തിന് പിന്നിൽ ഏതെങ്കിലും പുറത്തു നിന്നുള്ള ആളാണെങ്കിൽ അയാൾക്ക് ഹേമന്തിനെ കുറിച്ച് വ്യക്തമായി അറിയാമായിരുന്നിരിക്കണം. കാരണം അന്ന് അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ കയ്യിൽ 400 രൂപ കാശുണ്ടായിരുന്നു എന്ന കാര്യം വരെ ആർക്കും അറിയാമായിരുന്നു. പോരാത്തതിന് അവന്റെ അച്ഛൻ ജലസേചന വകുപ്പിലെ ഒരു ഓഫീസർ ആയതുകൊണ്ട് സാമ്പത്തികമായി നല്ല സ്ഥിതിയിലുള്ള ഒരു കുടുംബമാണെന്ന കാര്യവും അടുത്തറിയാവുന്നവർക്കറിയാം. അതുകൊണ്ട് തന്നെ ഹേമന്തിന്റെ അടുത്ത ആരോ തന്നെയാണ് ഇതിന് പിന്നിലെ മാസ്റ്റർ മൈൻഡ് എന്ന് പോലീസ് ഉറപ്പിച്ചു. തുടർന്ന് ഹേമന്തിന്റെ മറ്റു കൂട്ടുകാരെ കുറിച്ചുള്ള വിവരങ്ങൾ പോലീസ് ശേഖരിക്കാൻ തുടങ്ങി. അന്വേഷണത്തിൽ പ്രധാനമായും 3 പേരുകൾ ഉയർന്നു വന്നു. 1. ലോകേഷ് ലോധ, 2. ഋത്വിക് നാവിക്, 3. സ്കൂൾ ടോപ്പറായ സംസ്കാർ ശ്രീവാസ്തവ. ഇവർ 3 പേരും ഹേമന്തിനൊപ്പം സ്ഥിരമായി കാണാറുള്ള സുഹൃത്തുക്കളായിരുന്നു. പോലീസ് ഇവരെ ഓരോരുത്തരായി വിളിപ്പിച്ചു. ലോകേഷ് നൽകിയ മൊഴി ഹണി ദുബെ പറഞ്ഞതുപോലെ തന്നെയായിരുന്നു. അവർ ബൈക്ക് വാങ്ങാൻ പോയി, അതിനുശേഷം അവൻ മടങ്ങിപ്പോയി, പിന്നീടൊന്നും അറിയില്ല. ടോപ്പറായ സംസ്കാർ ആ രാത്രിയിൽ ഇവർക്കൊപ്പം ഉണ്ടായിരുന്നില്ല. എന്നാൽ മൂന്നാമനായ ഋതിക് താവിന്ദിനെ മാത്രം പോലീസിന് കണ്ടെത്താനായില്ല. പോലീസ് അവന്റെ വീട്ടിലെത്തിയപ്പോൾ അവൻ കാണാമറിയത്തായിരുന്നു. ഈ ഒരു കാര്യം പോലീസിന്റെ സംശയം ഇരട്ടിപ്പിച്ചു. തീർച്ചയായും ഈ കളിയുടെ മുഴുവൻ സൂത്രധാരൻ ഋതിക് ആയിരിക്കുമെന്നും അവൻ തന്നെയാണ് ഇൻഡോറിൽ ചെന്ന് ഹേമന്തിന്റെ ഫോണിൽ നിന്ന് 50 ലക്ഷം രൂപ ആവശ്യപ്പെട്ട് വിളിച്ചതെന്നും പോലീസ് കരുതി. അവനായിട്ടുള്ള തിരച്ചിൽ പോലീസ് ഊർജിതമാക്കി. പക്ഷെ പോലീസിന് അവനിലേക്ക് എത്താൻ കഴിയുന്നതിന് മുൻപ് തന്നെ 2017 മെയ് മാസം 27-ന് ഈ കേസിനെ പൂർണ്ണമായും ദുരൂഹതയിലേക്ക് തള്ളിവിട്ട ആ ഒരു സംഭവം നടന്നു. ഗുണയിലെ പട്ടേൽ നഗർ റെയിൽവേ മേൽപ്പാലത്തിന് സമീപമുള്ള പൊന്തക്കാട്ടിൽ ഭാഗികമായി കത്തിയ ഒരു മൃതദേഹം കണ്ടെത്തി. പോലീസിന് ഇങ്ങോട്ട് മെസ്സേജ് വന്നു. പോലീസ് ഉടൻ തന്നെ സ്ഥലത്തെത്തി. അവിടെ കണ്ട കാഴ്ച ഭയാനകമായിരുന്നു. മൃതദേഹം തിരിച്ചറിയാൻ കഴിയാത്ത വിധം കത്തിക്കരിഞ്ഞിരുന്നു. ഇത് കാണാതായ ഹേമന്ത് തന്നെയായിരിക്കും എന്ന് കരുതി പോലീസ് അവന്റെ അച്ഛനെ വിവരം അറിയിച്ചു. സ്ഥലത്തെത്തിയ അദ്ദേഹം മൃതദേഹത്തിന്റെ രൂപവും ഉയരവും പരിശോധിച്ച ശേഷം പറഞ്ഞു, ഇതെന്റെ മകനല്ല, പക്ഷെ കണ്ടിട്ട് ഋതികിനെ പോലെയുണ്ട്. ഉടൻ തന്നെ പോലീസ് ഋതികിന്റെ വീട്ടുകാരെ വിളിച്ചു വരുത്തി. വസ്ത്രങ്ങളും ചെരുപ്പും മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങളും പരിശോധിച്ച ഋതികിന്റെ വീട്ടുകാർ അത് ഋതിക് നാവിൻ തന്നെയാണെന്ന് സ്ഥിരീകരിച്ചു. ഈ വെളിപ്പെടുത്തൽ പോലീസിനെ ഞെട്ടിച്ചു കളഞ്ഞു. ആർക്കു വേണ്ടിയാണോ ഇവർ തിരച്ചിൽ നടത്തിയത്, അവനിതാ കൊല്ലപ്പെട്ട് കിടക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഋതികിനെ കൊന്നത് ആര്? കാണാതായ ഹേമന്ത് എവിടെ? പോലീസ് വീണ്ടും അവിടം വിശദമായി പരിശോധിച്ചു. മൃതദേഹത്തിന് തൊട്ടടുത്തുള്ള പൊന്തക്കാട്ടിൽ നിന്ന് ഒരു ഫോൺ ലഭിച്ചു. അത് പരിശോധിച്ചപ്പോൾ കാണാതായ ഹേമന്തിന്റെ ഫോണായിരുന്നു അത്. കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമായി. ഹേമന്തിന്റെ ഫോൺ ഋതികിന്റെ മൃതദേഹത്തിന് സമീപത്ത് നിന്ന് കിട്ടിയെങ്കിൽ അവർ രണ്ടുപേരും അവസാന നിമിഷം ഒന്നിച്ചുണ്ടായിരുന്നു. അതോ ഋതികാണോ ഹേമന്തിനെ തട്ടിക്കൊണ്ടുപോയത്? അതോ രണ്ടുപേരെയും മൂന്നാമതൊരാൾ ഇരയാക്കിയതാണോ? പോലീസ് ഈ സംശയങ്ങളിൽ നിലനിൽക്കുമ്പോഴാണ് അടുത്ത പ്രഹരം എത്തുന്നത്. പെട്ടെന്ന് നിക്മയിലെ കാടുകൾക്കുള്ളിൽ ഭാഗികമായി കത്തിയ നിലയിൽ മറ്റൊരു മൃതദേഹം കൂടി കണ്ടെത്തി. സ്ഥലത്തെത്തിയ പോലീസ് തിരിച്ചറിഞ്ഞത് അത് ലോകേഷ് ലോധയുടെ മൃതദേഹമായിരുന്നു. പോലീസ് ഏറ്റവും കൂടുതൽ സംശയിച്ച 2 സുഹൃത്തുക്കളും ദാരുണമായി കൊല്ലപ്പെട്ടിരിക്കുന്നു. രണ്ടുപേരുടെയും കൊലപാതക രീതി ഒന്ന് തന്നെയായിരുന്നു. ക്രൂരമായി കൊല്ലുക, തിരിച്ചറിയാതിരിക്കാൻ മൃതദേഹം കത്തിക്കുക. ഇതൊരു സാധാരണ കൊലപാതകമല്ല എന്നും വളരെ ശാസ്ത്രീയമായി ഒരു കൂട്ടം സുഹൃത്തുക്കളെ ഓരോരുത്തരായി കൊലപ്പെടുത്തുന്ന ഏതോ ഒരു കൊലയാളി ഉണ്ടെന്നും പോലീസിന് ബോധ്യപ്പെട്ടു. പക്ഷെ ഒന്ന് മാത്രം മാറിയില്ല. കേസിനാസ്പദമായ ഹേമന്ത് മീന ഇപ്പോഴും കാണാമറിയത്തായിരുന്നു. അങ്ങനെ 5 അംഗ സുഹൃത്ത് സംഘത്തിൽ 2 പേർ കൊല്ലപ്പെട്ടു. ഹേമന്തിനെ കാണാനില്ല. ബാക്കി ജീവനോടെയുള്ളത് 2 പേർ മാത്രം, ഹണി ദുബെയും സംസ്കാർ ശ്രീവാസ്തവയും. പോലീസ് ആദ്യം സംസ്കാർ ശ്രീവാസ്തവയെ വിളിപ്പിച്ചു. മണിക്കൂറുകളോളം ചോദ്യം ചെയ്തു. അവന്റെ ഫോൺ റെക്കോർഡുകളും ലൊക്കേഷൻ മൊഴികളും എല്ലാം ക്രോസ് ചെക്ക് ചെയ്തു. എന്നാൽ അവനെതിരായി യാതൊരു തെളിവും പോലീസിന് ലഭിച്ചില്ല. ഇപ്പോൾ അന്വേഷണത്തിന്റെ മുഴുവൻ ശ്രദ്ധയും ഹണി ദുബെയിലേക്ക് മാറി. പോലീസ് ഹണിയെയും അവന്റെ അമ്മ പൂനം ദുബെയും സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു. ആദ്യമേ തന്നെ കാണാതായ ഹേമന്തിന്റെ അച്ഛൻ അന്തർ സിംഗ്, ഇദ്ദേഹത്തിന് ഈ 2 പേരിലും വലിയൊരു സംശയം ഉണ്ടായിരുന്നു. എന്നാൽ പ്രമുഖരുമായുള്ള ബന്ധം കാരണം ആദ്യഘട്ടത്തിൽ പൂനത്തിന് കൂടുതൽ ചോദ്യം ചെയ്യാൻ കഴിഞ്ഞില്ല. എന്നാൽ ഇപ്പോൾ സംഗതി 3 കൊലപാതകങ്ങളിൽ എത്തി നിൽക്കുമ്പോൾ പോലീസ് യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായില്ല. തുടക്കത്തിൽ അമ്മയും മകനും
തങ്ങൾ നിരപരാധികളാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചെങ്കിലും പോലീസിന്റെ ചോദ്യങ്ങൾക്ക് മുന്നിൽ അവർക്ക് അടിപതറി. അവരുടെ മൊഴികളിലെ വൈരുദ്ധ്യം വ്യക്തമായതോടെ പോലീസ് ചോദ്യം ചെയ്യൽ കർശനമാക്കി. ഒടുവിൽ രണ്ടുപേരും തങ്ങളുടെ കുറ്റം സമ്മതിച്ചു. മാത്രമല്ല, ഹേമന്തിന്റെ മൃതദേഹം ഉപേക്ഷിച്ച സ്ഥലവും കാണിച്ചു കൊടുത്തു. അവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഗുണയിലെ ഗിജ്റ കാടുകളിൽ നിന്ന് ഹേമന്ത് മീനയുടെ ഭാഗികമായി കത്തിയ അവശിഷ്ടങ്ങൾ പോലീസ് കണ്ടെടുത്തു. അങ്ങനെ കാണാതായ ആ കേസ് ഔദ്യോഗികമായി ഒരു ഭയാനകമായ ട്രിപ്പിൾ മർഡർ കേസായി മാറി. എന്നാൽ അതിലും വലിയൊരു ഞെട്ടൽ വരാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ചോദ്യം ചെയ്യലിൽ പൂനം ദുബെ വെളിപ്പെടുത്തിയ കാര്യങ്ങൾ കേസിനെ മറ്റൊരു തലത്തിലേക്ക് മാറ്റുന്നതായിരുന്നു. ഭർത്താവുമായി അകന്നു കഴിഞ്ഞിരുന്ന പൂനം മകൻ ഹണി ദുബയ്ക്കൊപ്പമാണ് താമസിച്ചിരുന്നത്. ഹണിക്ക് പഠിത്തത്തിൽ ശ്രദ്ധയില്ലായിരുന്നു, പണിക്കും പോയിരുന്നില്ല. അതേസമയം ആഡംബര ജീവിതം നയിക്കാൻ ആഗ്രഹിച്ചിരുന്ന പൂനം ആ പ്രദേശത്തെ സമ്പന്നരുമായി സൗഹൃദം സ്ഥാപിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് അയൽവാസിയും ജലസേചന വകുപ്പ് ഉദ്യോഗസ്ഥനുമായ അന്തർ സിംഗ് മീനയിലേക്ക് പൂനത്തിന്റെ കണ്ണെത്തുന്നത്. അദ്ദേഹത്തിന്റെ 17 വയസ്സുകാരനായ മകൻ ഹേമന്ത് തന്റെ മകൻ ഹണിയുടെ അതേ പ്രായക്കാരനായിരുന്നു. ഇവിടെ നിന്നാണ് പൂനം തന്ത്രപരമായ നീക്കങ്ങൾ ആരംഭിക്കുന്നത്. ഹേമന്തുമായി സൗഹൃദത്തിലാകാൻ പൂനം മകനോട് ആവശ്യപ്പെട്ടു. വൈകാതെ ആ സൗഹൃദം വളർന്നു. ഹേമന്ത് തന്നെ മറ്റു കൂട്ടുകാരെ ഋതിക്, ലോകേഷ്, സംസ്കാർ എന്നിവരെയും ഹണിക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. അങ്ങനെ 5 പേരും അടങ്ങുന്ന ഒരു സംഘമായി മാറിയ അവർ പരസ്പരം വീടുകളിൽ കയറിയിറങ്ങാൻ തുടങ്ങി. എന്നാൽ ഹേമന്ത് ഹണിയുടെ വീട്ടിലേക്ക് സ്ഥിരം വരാൻ തുടങ്ങിയതോടെ കാര്യങ്ങൾ അപകടകരമായ വഴിത്തിരിവിലേക്ക് നീങ്ങി. പൂനം തന്റെ മകന്റെ പ്രായമുള്ള ഹേമന്തുമായി വഴിവിട്ട ബന്ധത്തിലായി. ഹേമന്തിനെ വശത്താക്കി പൂനം നിരന്തരം പണം ആവശ്യപ്പെടാൻ തുടങ്ങി. പൂനത്തിനെ സന്തോഷിപ്പിക്കാൻ ഹേമന്ത് സ്വന്തം വീട്ടിൽ നിന്ന് പണവും അമ്മയുടെ സ്വർണ്ണ കമ്മലുകൾ വരെ മോഷ്ടിച്ചു തുടങ്ങി. ഇത് പൂനം രാകേഷ് സോണി എന്ന സ്വർണ്ണപ്പണിക്കാരന്റെ അടുത്ത് 25,000 രൂപയ്ക്ക് പണയം വയ്ക്കുകയും ചെയ്തു. ഒടുവിൽ തന്റെ സുഹൃത്തും അമ്മയും തമ്മിലുള്ള വഴിവിട്ട ബന്ധത്തെക്കുറിച്ച് ഹണി അറിയുന്നു. ഇതറിഞ്ഞതോടെ ഹണിക്ക് ഹേമന്തിനോട് കടുത്ത വിദ്വേഷം തോന്നി. അന്ന് പൂനം മകനെ സംസാരിച്ച് ശാന്തനാക്കിയെങ്കിലും ഉള്ളിൽ കാര്യങ്ങൾ കൂടുതൽ വഷളാവുകയായിരുന്നു. തുടർന്നാണ് 2017 മെയ് മാസം 18 വന്നത്. സെക്കൻഡ് ഹാൻഡ് ബൈക്ക് വാങ്ങാൻ അച്ഛന്റെ കയ്യിൽ നിന്ന് 400 രൂപയുമായാണ് ഹേമന്ത് ഇറങ്ങിയത്. ഇക്കാര്യം പൂനത്തിനും ഹണിക്കും അറിയാമായിരുന്നു. പാർട്ടി നടത്താം എന്ന് പറഞ്ഞ് ഹണി ഹേമന്തിനെ വിളിച്ചു വരുത്തി. ഋതികും ലോകേഷും അവർക്കൊപ്പം ചേർന്നു. വിജനമായ സ്ഥലത്തെത്തി എല്ലാവരും ചേർന്ന് ബിയർ കഴിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഹണി ഹേമന്തിനോട് ആ 400 രൂപ ആവശ്യപ്പെട്ടു. എന്നാൽ ഹേമന്ത് അത് നൽകാൻ വിസമ്മതിച്ചതോടെ അന്തരീക്ഷം പെട്ടെന്ന് അക്രമാസക്തമായി. ഒരു വശത്ത് ആ 400 രൂപയോടുള്ള ആർത്തി, മറുവശത്ത് ഉള്ളിൽ തിളച്ചു മറിയുന്ന പക. ഇത് ഹണിയെ ഭ്രാന്ത് പിടിപ്പിച്ചു. ഹണി ഒഴിഞ്ഞ ബിയർ കുപ്പി എടുത്ത് ഹേമന്തിനെ തലക്കടിച്ചു. തുടർന്ന് പൊട്ടിയ കുപ്പി കൊണ്ട് അവന്റെ കഴുത്തിലും കൈകളിലും ക്രൂരമായി കുത്തി. ഹേമന്ത് സ്വയം രക്ഷപ്പെടാതിരിക്കാൻ ഋതികും ലോകേഷും അവന്റെ കൈകാലുകൾ കൂട്ടമായി പിടിച്ചുവെച്ചു. നിമിഷങ്ങൾക്കകം ഹേമന്ത് ജീവനറ്റു വീണു. കൊലപാതകത്തിനു ശേഷം ഹേമന്തിന്റെ കയ്യിലുണ്ടായിരുന്ന 400 രൂപയും ഫോണും മറ്റു സാധനങ്ങളും ഹണി കൈക്കലാക്കി. തുടർന്ന് കൂട്ടാളികളോടൊപ്പം മൃതദേഹം ഹിജ്റ റോഡിലെ പദാർ എന്ന സ്ഥലത്തെത്തിച്ച് തെളിവ് നശിപ്പിക്കാനായി പെട്രോൾ ഒഴിച്ചു കത്തിച്ചു. എന്നാൽ കഥ അവിടെയും അവസാനിച്ചില്ല. വീട്ടിലെത്തിയ ഹണി നടന്ന കാര്യങ്ങളെല്ലാം അമ്മയോട് പറഞ്ഞു. സാധാരണയായി ഒരമ്മയും മകന്റെ ഈ ക്രൂരകൃത്യത്തെ പിന്തുണയ്ക്കില്ല, പോലീസിന് മുന്നിൽ സറണ്ടർ ആകാനേ പറയൂ. എന്നാൽ ഇവിടെ സംഭവിച്ചത് നേരെ തിരിച്ചാണ്. പൂനം മകനെ പിന്തുണച്ചു എന്ന് മാത്രമല്ല, ആ 400 രൂപ അവൾ തന്നെ വാങ്ങിവെക്കുകയും ചെയ്തു. തുടർന്ന് കൂടുതൽ അപകടകരമായ മറ്റൊരു പ്ലാൻ പൂനം തയ്യാറാക്കി. അത് പിന്നീട് മറ്റു 2 കൊലപാതകങ്ങൾക്ക് കൂടി വഴിവെച്ചു. മകൻ മരിച്ച കാര്യം ഹേമന്തിന്റെ അച്ഛൻ അറിയില്ല എന്ന് മനസ്സിലാക്കിയ പൂനം 50 ലക്ഷം രൂപ മോചനദ്രവ്യം ആവശ്യപ്പെടാൻ തുടങ്ങി. പോലീസിനെ ശ്രദ്ധ തിരിക്കാൻ ഹേമന്തിന്റെ ഫോൺ ഋതികിന് നൽകി ഇൻഡോറിലേക്ക് അയച്ചു. അവിടെ നിന്നാണ് പിന്നെ 50 ലക്ഷത്തിന്റെ ഫോൺ കോൾ പോയത്. തെളിവ് നശിപ്പിക്കാനും പോലീസിനെ പറ്റിക്കാനുമുള്ള ഈ വഴികളെല്ലാം അവർ സാവധാൻ ഇന്ത്യ എന്ന TV ഷോ കണ്ടാണ് പഠിച്ചത്. പക്ഷേ കുറ്റവാളികൾ എപ്പോഴും എന്തെങ്കിലും ഒരു തെളിവ് ശേഷിപ്പിക്കുമല്ലോ. ഇവിടെ കിട്ടാൻ പോകുന്ന 50 ലക്ഷം രൂപ അമ്മയും മകനും തനിക്ക് തരാതിരിക്കുമോ എന്ന് ഋതിക് ഭയന്നു. പണത്തിന്റെ വിഹിതത്തെ ചൊല്ലി അവൻ അമ്മയോടും മകനോടും തർക്കിക്കാൻ തുടങ്ങി. വിഹിതം തന്നില്ലെങ്കിൽ പോലീസിനോട് കാര്യങ്ങൾ തുറന്നു പറയുമെന്ന് അവൻ ഭീഷണിപ്പെടുത്തി. അത് അവന്റെ ജീവൻ എടുത്തു. പൂനത്തിന്റെ നിർദ്ദേശപ്രകാരം ഹണി ഋതികിനെയും വഴിയിൽ നിന്ന് മാറ്റാൻ പ്ലാൻ ചെയ്തു. അവന് മദ്യം നൽകി ലഹരിയിലാക്കി. ഹേമന്തിനെ കൊന്നപോലെ തന്നെ കൊലപ്പെടുത്തി തെളിവുകൾ കത്തിച്ചു കളഞ്ഞു. എന്നാൽ അടുത്തതായി ലോകേഷ് ലോധയും ഇതേ തെറ്റ് ആവർത്തിച്ചു. പണത്തിൽ വിഹിതം ചോദിക്കുകയും സത്യം പുറത്തു പറയുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തതോടെ ഹണിയും പൂനവും ചേർന്ന് ലോകേഷിന്റെയും ശ്വാസം മുട്ടിച്ചു കൊന്നു. മൃതദേഹം അതുപോലെ കത്തിക്കുകയും ചെയ്തു. വെറും 400 രൂപയുടെ പേരിൽ തുടങ്ങിയ ആ ചോരക്കളി സന്തോഷത്തോടെ ജീവിച്ചിരുന്ന 3 കുടുംബങ്ങളെയും അവരുടെ ജീവിതങ്ങളെയുമാണ് ഇല്ലാതാക്കിയത്. അന്വേഷണത്തിനൊടുവിൽ അമ്മയും മകനും കുറ്റം പൂർണ്ണമായും സമ്മതിച്ചു. തുടർന്ന് പോലീസ് ഇരുവരെയും അറസ്റ്റ് ചെയ്ത് ജയിലടച്ചു. ഏകദേശം 5 വർഷം നീണ്ട വിചാരണയ്ക്കൊടുവിൽ 2022 കോടതി പൂനം ദുബെയ്ക്കും ഹണി ദുബെയ്ക്കും ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചു.
അതേസമയം തെളിവുകളുടെ അഭാവത്തിൽ സംസ്കാർ ശ്രീവാസ്തവയെ കോടതി വെറുതെ വിട്ടു. സമീപകാലത്ത് 2026 ജൂലൈ മാസത്തിൽ ഗ്വാളിയർ സെൻട്രൽ ജയിലിൽ കഴിയുകയായിരുന്ന ഇരുവരുടെയും അപേക്ഷ പരിഗണിച്ച് ജൂലൈ 6 മുതൽ 21 വരെ 15 ദിവസത്തേക്ക് പരോളിന് അനുവദിച്ചിരുന്നു. ജൂലൈ 22-ന് തിരികെ ജയിലിലെത്തേണ്ടതായിരുന്നു. എന്നാൽ പൂനം മാത്രമാണ് ജയിലിലേക്ക് മടങ്ങിയത്. ഹണി പരോൾ കാലാവധി കഴിഞ്ഞ് ഒളിവിൽ പോയി. പോലീസ് അവനെ യുപിയിലെ ഹാച്ചറിൽ നിന്ന് വീണ്ടും അറസ്റ്റ് ചെയ്തു. എന്നാൽ അതിനുശേഷം നടന്നതാണ് ഏറ്റവും വിചിത്രമായൊരു സംഭവം. ഗ്വാളിയാറിൽ തിരിച്ചെത്തിച്ച് പോലീസിന്റെ വാഹനത്തിൽ കൊണ്ടുപോകുന്നതിനിടയിൽ ഓടിക്കൊണ്ടിരുന്ന വണ്ടിയിൽ നിന്നും ചാടി അവൻ വീണ്ടും ഓടി രക്ഷപ്പെട്ടു. 500 മീറ്ററോളം വേഗത്തിൽ ഓടിയാണ് അവൻ പോലീസിനെ വെട്ടിച്ചത്. ഈ സമയത്ത് CCTV ദൃശ്യങ്ങളാണ് പോലീസ് സംവിധാനത്തിന് വലിയൊരു നാണക്കേടുണ്ടാക്കിയത്, ചോദ്യങ്ങൾ ഉയർത്തിയത്. എന്തായാലും കഠിനമായ പ്രയത്നത്തിനൊടുവിൽ പോലീസ് അവനെ വീണ്ടും പിടികൂടി. ഇന്ന് രണ്ടുപേരും അർഹിച്ച ശിക്ഷ അനുഭവിച്ച് അഴികൾക്കുള്ളിലാണ്. അസൂയയും ആർത്തിയും വഴിവിട്ട ബന്ധങ്ങളും വഞ്ചനയും കൂടിച്ചേരുമ്പോൾ ഉണ്ടാകുന്ന ഭയാനകമായ ദുരന്തത്തിന് ഉത്തമ ഉദാഹരണമാണ് ഈ കേസ്. ഈ സംഭവത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? മുൻപ് ഈ കേസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമന്റ് ചെയ്യുക. ബെസ്റ്റ് കമന്റ് അടുത്ത വീഡിയോയിൽ വരും. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.